ഇതുപോലെ ഖുമൈനി വിപ്ലവം 1979 ഖുമൈനി അധികാരത്തിലേറിയപ്പോൾ ലക്ഷക്കണക്കിന് സുന്നികൾ 1953 മാത്രം 30,000 ചെറുപ്പക്കാരെ പല പേരും പറഞ്ഞ് ജയിലിലടച്ച ചെറുപ്പക്കാരെ ഈ ഖുമൈനി ഭരണകൂടം തൂക്കിലേറ്റുകയുണ്ടായി. ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരെ തൂക്കിക്കൊല്ലുന്ന രണ്ടാമത്തെ രാജ്യം ചൈന കഴിഞ്ഞാൽ ഇറാനാണ്. സുന്നികളെയാണ് അവിടെ തൂക്കിക്കൊല്ലുന്നത്. പല കാരണം പറഞ്ഞിട്ട് ഇല്ലാത്ത കേസ് പറഞ്ഞിട്ട് ജയിലിലടക്കും. ജയിലടച്ചിട്ട് 4-5 കൊല്ലം കഴിഞ്ഞിട്ട് അവരെ തൂക്കിലേറ്റും. ആരും അറിയില്ല. അതിൽ സുന്നയിലെ പണ്ഡിതന്മാരെ തൂക്കിലേറ്റിയ പണ്ഡിതന്മാരുടെ വലിയൊരു ലിസ്റ്റ് വിപ്ലവത്തിൻ്റെ സമയത്ത് അദ്ദേഹം സുന്നികളോട് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളൊപ്പം നിൽക്കുക, ഞങ്ങളെപ്പോലെ നിങ്ങൾക്കും അധികാരത്തിൽ പങ്കാളിത്തമുണ്ടാവും. അങ്ങനെ സുന്നി പണ്ഡിതന്മാർ ഖുമൈനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. വിപ്ലവത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി. വിപ്ലവം കഴിഞ്ഞതിന് ശേഷം അതേ പണ്ഡിതന്മാരെ തന്നെ ഖുമൈനി കൊലപ്പെടുത്തുകയുണ്ടായി. ജൂതന്മാർക്ക് 20-30 പള്ളികൾ, ചർച്ചുകൾ ടെഹ്റാനിലുണ്ട്. സുന്നികൾക്ക്, ജൂതന്മാർ 1% പോലും ഇല്ല. കേവലം 20,000 മറ്റോ ജൂതന്മാർ ഇസ്രായേലിലുള്ളൂ. പക്ഷേ 30% സുന്നികൾക്ക് ടെഹ്റാനിൽ ഒരു പള്ളിയില്ല, ഇസ്ഫഹാനിൽ ഒരു പള്ളിയില്ല, കിർമാനിൽ ഒരു പള്ളിയില്ല, യസ്ദിൽ ഒരു പള്ളിയില്ല. 30% സുന്നികൾക്ക് ഇസ്രായേലിൻ്റെ തലസ്ഥാനത്ത് പള്ളിയുണ്ട്. പക്ഷേ ഇറാനിൽ പള്ളിയില്ല. അമേരിക്കയിൽ പള്ളിയുണ്ട്. ലോകത്ത് സുന്നികൾക്ക് പള്ളിയില്ലാത്തൊരു സ്ഥലമില്ല തലസ്ഥാന നഗരങ്ങളിൽ. പക്ഷേ ഇറാനിൽ ഇപ്പോഴും സുന്നികൾക്ക് പള്ളിയില്ല. ഇത് ഞാനല്ല പറഞ്ഞത്. യൂസുഫ് ഖർലാവി 2007 അൽ ജസീറയിൽ ഇറാൻ പ്രസിഡന്റ് റഫ്സൻജാനിയുമായി നടത്തിയ അഭിമുഖത്തിൽ പറഞ്ഞതാണ്. നിങ്ങൾ ഇന്ന് വരെ ഞങ്ങൾ സുന്നികൾക്ക് ഇറാഖ് തെഹ്റാനിൽ ഒരു പള്ളി അനുവദിച്ചിട്ടില്ല. അങ്ങനെ അൽ ജസീറയുടെ അൽ ഇത്തിജാഹുൽ മാക്കിസ് എന്ന പരിപാടി 2007 നടന്ന പരിപാടി. ഞാൻ അന്ന് ആ പരിപാടി നടക്കുമ്പോൾ ലൈവായിട്ട് കണ്ട ആളാണ്, ഖത്തറിൽ വെച്ചിട്ട്. അൽ ഇത്തിജാഹുൽ മാക്കിസ്, ഖർലാവി, റഫ്സൻജാനി നടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇപ്പോൾ അൽ ജസീറയിൽ കാണാൻ സാധിക്കും. ഷിറാസിൽ ഇറാൻ സുയ്യാവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം 100,000 ജനങ്ങളെയാണ് കൊന്നൊടുക്കിയത്. പള്ളികളിൽ സുന്നികളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് പള്ളിൻ്റെ വാതിലടച്ച് പള്ളിക്ക് തീ കൊടുത്തി ആ പള്ളിയിലുള്ള മുഴുവൻ സുന്നികളെയും കൊലപ്പെടുത്തിയത് ചരിത്രകാരന്മാർ. ഇറാൻ എങ്ങനെയാണ് ഷിയാ രാജ്യമായത് എന്ന് പറയുന്ന ചരിത്രകാരന്മാർ, ഇംഗ്ലീഷിലെ ചരിത്രകാരന്മാർ വരെ എഴുതിയിട്ടുണ്ട്. മധ്യകാല ഇറാൻ്റെ ചരിത്രം പറയുന്ന ചരിത്രഗ്രന്ഥങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കും. പക്ഷേ ഈ ചരിത്രമൊന്നും നമ്മളാരും പഠിപ്പിക്കൂല. അതാണ് നമ്മുടെ പ്രശ്നം. ഖാസിം സുലൈമാനി എന്ന കൊടും ഭീകരൻ ഇറാഖിലും സിറിയയിലും ലബനാനിലും ഒക്കെയുള്ള സുന്നി കൂട്ടക്കൊലക്ക് നേതൃത്വം നൽകിയവരാണ് ഖാസിം സുലൈമാൻ. ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ മനുഷ്യൻ കൊന്നു. ആ മനുഷ്യനെ ഷഹീദുൽ ഖുദ്സ്, ഖുദ്സിൻ്റെ രക്തസാക്ഷി എന്ന് പറഞ്ഞ് ഇസ്മായിൽ അനിയ പ്രസംഗിക്കുന്നത് നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാം. ഖാസിം സുലൈമാനി ഷഹീദുൽ ഖുദ്സ്, ഖുദ്സിൻ്റെ രക്തസാക്ഷി. ആര്? ലക്ഷക്കണക്കിന് സുന്നി മുസ്ലിങ്ങളെ കൊലപ്പെടുത്താൻ നേതൃത്വം നൽകിയ കൊടും ഭീകരൻ. ഇവരെ കൂട്ടിയിട്ട് നമുക്ക് ഖുദ്സ് മോചിപ്പിക്കാൻ കഴിയുമോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് ഇത്തരം ആളുകളെയും നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ സുന്നി സമൂഹത്തിൽ ഷിയാക്കളെ വെള്ളപൂശുന്ന അവരാണ് യഥാർത്ഥ വിശ്വാസികൾ, അവരാണ് യഥാർത്ഥ മുസ്ലിങ്ങൾ. മറ്റു മുസ്ലിങ്ങളൊക്കെ അമേരിക്കയുടെ ഏജന്റുമാരാണെന്ന് പ്രചരിപ്പിക്കുന്ന ഇത്തരം ഇസ്ലാമിസ്റ്റുകളെയും നമ്മൾ തിരിച്ചറിയണം. ഇല്ലെങ്കിൽ നമുക്കൊരിക്കലും യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇന്ന് ലോകത്ത് ഇതുപോലുള്ള അഹ്ലുസുന്നയെ കൊലപ്പെടുത്തുന്ന പാർട്ടികളാണ് ഹിസ്ബുള്ള, ഹൂസികൾ, ഇതുപോലുള്ള ഫൈലക്കുൽ ഖുദ്സ്, ഇതുപോലുള്ള ഭീകര സംഘങ്ങൾ. ഇവരും അമേരിക്കയും ഇസ്രായേലൊക്കെ ഒത്തുകളിക്കുന്നവരാണ്. പക്ഷെ പരസ്യമായിട്ട് അവർ ഞങ്ങൾ അമേരിക്കക്കെതിരാണ്, ഇസ്രായേലിനെതിരാണ് എന്നൊക്കെ പറഞ്ഞ് സുന്നികളുടെ വികാരം ഇളക്കിവിടാൻ വേണ്ടി 1950-കളിൽ ഇറാഖ് യുദ്ധം പൊട്ടി പുറപ്പെട്ടപ്പോൾ ഇറാൻ്റെ പ്രസിഡന്റ് പിന്നീട് ടെലിവിഷനിൽ വന്ന് പറയുകയുണ്ടായി, ഹസൻ ബാനി സദർ, ഞാൻ ആ പ്രസംഗം നേരിട്ട് കേട്ടാളാണ്, എന്നോട് ഖുമൈനി അമേരിക്കയിൽ നിന്ന് ആയുധം വാങ്ങാൻ ആവശ്യപ്പെട്ടു. ആരോട്? ഇറാൻ്റെ പ്രസിഡന്റിനോട്. എന്തിന്? ഇറാഖിനെ ആക്രമിക്കാൻ. അപ്പോൾ ഞാൻ ചോദിച്ചു, അമേരിക്കയോട് ആയുധം വാങ്ങണോ? അമേരിക്ക ശത്രുവാണെന്നല്ല നമ്മൾ പുറത്ത് പറയുന്നത്. ഖുമൈനി പറഞ്ഞു, യുദ്ധം എന്ന് പറഞ്ഞാൽ ചതിയാണ്, അതുകൊണ്ട് അമേരിക്കയിൽ നിന്ന് ആയുധം. അമേരിക്കയിൽ നിന്ന് ഇസ്രായേൽ മുഖേനയാണ് ഖുമൈനി ആയുധം വാങ്ങിയിട്ട് ഇറാഖിനെ ആക്രമിച്ചത്. പക്ഷെ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിച്ച എന്താ? അമേരിക്ക സഹായിച്ചത് ഇറാഖിനെയാണ് ഇറാനെതിരിൽ എന്നാണ് നമ്മൾ പഠിച്ച ചരിത്രം. അപ്പോൾ എപ്പോഴും യഥാർത്ഥ ചരിത്രം നമ്മുടെ അടുത്തെത്തുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? തെറ്റിദ്ധരിക്കുന്നു. ഈ ഹൂസികൾ മക്കക്കെതിരിൽ 65ഓളം മിസൈലുകൾ അയച്ചു. യമനിലെ ഹൂസികൾ കഅബക്കെതിരിൽ 65ഓളം മിസൈൽ. നമ്മൾ ആരെങ്കിലും രക്തം തിളച്ചോ? ബൈത്തുൽ മുഖദ്ദസ് അല്ലല്ലോ നമ്മളെ കഅബ, മക്കല്ലേ. അപ്പോൾ മക്കക്കെതിരിൽ നിരന്തരം മക്ക ഒന്നുമല്ല എന്ന പ്രസംഗങ്ങൾ, ബൈത്തുൽ മുഖദ്ദസ് മാത്രമാണ് പ്രശ്നം, ഗസയിലെ മുസ്ലിങ്ങളുടെ പ്രശ്നം മാത്രമാണ് പ്രശ്നം, അതിൽ മാത്രം നമ്മൾ കെട്ടിട്ടാര് ഇസ്ലാമിസ്റ്റുകൾ. എന്തിനു വേണ്ടി?
മക്കയെയും കാബയെയും നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയാൻ വേണ്ടി. അതുകൊണ്ട് മക്കയ്ക്കെതിരിൽ 65 മിസൈൽ നമ്മൾ ജീവിക്കുന്ന കാലത്ത് അയച്ചിട്ട് നമ്മളാരെയും രക്തം തിളച്ചില്ല, നമ്മളാരും അതിനെതിരെ ചൂടായില്ല. കാരണം എന്താ? സൗദി അറേബ്യയിലാണ് മക്ക. സൗദിയോടുള്ള ദേഷ്യം, മക്കയോടുള്ള അക്രമത്തെപ്പോലും നിസാരമായി കാണുന്ന ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കുന്നതിൽ ശത്രുക്കൾ, ഇസ്ലാമിസ്റ്റുകൾ വിജയിച്ചു. ഇത് വളരെ ഗുരുതരമായ കാര്യമാണ്, ചെറിയ കാര്യമില്ല. അപ്പോൾ ഈ മക്കൾക്കെതിരെ എന്തെങ്കിലും യഥാർത്ഥ ആക്രമണം നടന്നാലും അത് നമ്മൾ മുറിവേൽപ്പിക്കുക, അള്ളാഹു കാക്കട്ടെ. ആ ഒരവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടെത്തിച്ചു. കാരണം അത്രമാത്രം വാർത്തകൾ ഇവർ പ്രചരിപ്പിച്ചു. ഇറാൻ പാർലമെൻറ്റിൽ ഇവർ പറഞ്ഞു, ഇസ്തൗലൈനാല അർബഅ അവാസിമ അറബിയ, ഞങ്ങൾ 4 അറബി രാജ്യങ്ങൾ കീഴടക്കി. ഇറാൻ്റെ പ്രധാന വിദേശകാര്യമന്ത്രി അബ്തഹി ഇറാൻ പാർലമെൻറ്റിൽ പറയാം, 4 അറബി തലസ്ഥാനങ്ങൾ ഞങ്ങൾ, അഥവാ സിറിയ എന്ന് മോചിപ്പിച്ചു. യമൻ, ലബനാൻ, ഇറാഖ്, ഈ 4 രാജ്യങ്ങൾ, സുന്നി രാജ്യങ്ങൾ അവർ കീഴടക്കി. ഇറാൻ്റെ കയ്യിലാണ് ഈ രാജ്യങ്ങൾ. സിറിയ തിരിച്ചു പിടിച്ചിട്ടുണ്ട്, പക്ഷേ അവിടെ പ്രശ്നങ്ങൾ ധാരാളമായിട്ടുണ്ട്. ലോകത്ത് ഇവർ എങ്ങനെ ആശയം പ്രചരിപ്പിക്കുന്നവരോ, ഈ അടുത്ത കാലം വരെ ഒറ്റ ഷിയാക്കളില്ലാത്ത ആഫ്രിക്ക, സുഡാൻ, നൈജീരിയ, ഗാന, പിന്നെ പന്തലിലുള്ളൊരു രാജ്യമുണ്ടല്ലോ, അതിൻ്റെ പേര് പന്തലിക്കാർ നല്ലുള്ളൊരു ആഫ്രിക്കൻ രാജ്യമുണ്ടല്ലോ, സെനിഗാൾ, ഇതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ നിന്ന് ലക്ഷക്കണക്കിന് ഷിയാക്കളാണ്. എങ്ങനെ അറിയോ? വീട് മുതൽ കിണറുകൾ മുതൽ യൂണിവേഴ്സിറ്റി വരെ ഇറാൻ നാട്ടിൽ ഉണ്ടാക്കി കൊടുത്തിട്ട് ജനങ്ങളെ ഷിയാവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭീകരത അറിയുന്നൊരു കാര്യം, കേരളത്തെ പോലെ യമനിലെ തങ്ങന്മാരിലൂടെ ഇസ്ലാം പ്രയോഗിച്ച കേരളത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികളും ഉള്ള ഒരു രാജ്യമാണ് ഇന്തോനേഷ്യ, മലേഷ്യ. ഈ ഇന്തോനേഷ്യയിലാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ. ഈ ഇന്തോനേഷ്യയിൽ 1982 വരെ ഒരു ഷിയ ഉണ്ടായിരുന്നില്ല. 82-ൽ ഹുസൈൻ അബ്ഷി എന്ന് പറഞ്ഞ ഒരു സുന്നി പണ്ഡിത സംഘടനയുടെ നേതാവ്, ഇവിടുത്തെ സമസ്തയുടെ ഒക്കെ സ്ഥാനത്തുള്ള സംഘടനയുടെ നേതാവ്, രഹസ്യമായി ഷിയായി. അയാൾ സ്വന്തം ചെലവിൽ 100 കണക്കിന് കുട്ടികളെ ഇറാനിലേക്ക് പറഞ്ഞയച്ചു, കൊമ്മിലേക്ക്. ലോകത്തെ ഷിയാക്കളുടെ ഏറ്റവും വലിയ ദർസ് നടക്കുന്ന സ്ഥലമാണ്. ഒന്ന് കൊമ്മ്, ഒന്ന് നജഫ്. ഈ ലോകത്തുള്ള 10,000-കണക്കിന് കുട്ടികൾ 100 കണക്കിന് രാജ്യങ്ങളിൽ നിന്ന് ഈ കൊമ്മിലെയും നജഫിലെയും ഹൗസ എന്ന് പറഞ്ഞാൽ ദർസുകളിൽ ഷിയായിസം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് വരെ അവിടെ ഉണ്ട് പറഞ്ഞു. ഇയാൾ 100 കണക്കിന് കുട്ടികളെ പറഞ്ഞയച്ചു. ആ കുട്ടികൾ തിരിച്ചു വന്നു എന്ത് ചെയ്തു? ഇന്തോനേഷ്യയിൽ ഷീസം പ്രചരിപ്പിച്ചു. 1982-ൽ ഒരു ഷിയാക്കളില്ലാത്ത ഇന്തോനേഷ്യയിൽ ഇന്ന് 1 കോടിയോളം ഷിയാക്കളുണ്ട് എന്ന് നിങ്ങൾ അറിയണം. അതിൽ തങ്ങന്മാരാണ് ഏറ്റവും കൂടുതൽ, ലക്ഷത്തിലധികം തങ്ങന്മാർ അതിലുണ്ട്. ഏത് തങ്ങന്മാരോ? നമ്മളെ കേരളത്തിലുള്ള ആലു ശിഹാബ് അടക്കമുള്ള തങ്ങന്മാർ, അവരിന്ന് ഷിയാ പ്രചാരകന്മാരാണ്. അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ ആൾക്കാർ പലരും ഈ തങ്ങന്മാരിലുണ്ട്. ഇറാൻ്റെ ഫണ്ടിങ്ങോടുകൂടി ഇവിടെ സുന്നി സമൂഹത്തെ ഷിയാവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാനും ഇന്തോനേഷ്യ മൊത്തം ഷിയ എന്താവും? ലോക മുസ്ലിങ്ങളുടെ ജനസംഖ്യ ഷിയാക്കളാവും ഭൂരിപക്ഷം. നഅൂദുബില്ല. അപ്പോൾ ഇത്തരം നിഗൂഢമായ പ്രവർത്തനങ്ങൾ ലോകത്ത് നടന്നു, നമ്മുടെ നാട്ടിൽ നടന്നു. ഇതിനെതിരിൽ നമ്മൾ ജാഗ്രത പാലിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത തലമുറയെ അഹ്ലുസുന്നയിൽ ഉറപ്പിച്ചു നിർത്താൻ നമുക്ക് സാധിക്കില്ല. റുജുഅ അവരുടെ അടിസ്ഥാന വിശ്വാസം, ഒന്ന് ഇമാമത്ത്. ഞാൻ നേരത്തെ പറഞ്ഞു, അവരുടെ 12 ഇമാമന്മാർ പ്രവാചകൻ്റെ അനന്തരാവകാശികളായി അള്ളാഹുവിൽ നിന്ന് വഹയൊക്കെ ലഭിച്ച് ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന 12 ഇമാമന്മാർ, എല്ലാറ്റിനും കഴിവുള്ള. അതാണ് അവരൊന്നാമത്. 2 തഖിയ്യ, ഞാൻ പറഞ്ഞു, മറച്ചു വെക്കുക, ഉള്ളിലൊന്നും പുറത്ത് മറ്റൊന്നും. സുന്നി സമൂഹങ്ങളിൽ സുന്നിയായി അഭിനയിച്ച് രഹസ്യമായി പ്രവർത്തിക്കുക. 3 ബദാ, അള്ളാഹുവിന് തെറ്റുപറ്റും, അള്ളാഹു തെറ്റിതിരുത്തും എന്ന വിശ്വാസം. അതിനൊരു ഉദാഹരണം പറഞ്ഞാണ്. ഇപ്പോൾ ഉദാഹരണം, അവർ ജഫർ സാദിഖിൻ്റെ മകൻ ഇസ്മായിലാണ് അടുത്ത പിൻഗാമി എന്നവർ പറഞ്ഞു പോയി. പക്ഷേ ഇസ്മായിൽ മരിച്ചുപോയി ജഫർ സാദിഖ് മരിക്കുന്നതിന് മുമ്പ്. അപ്പോൾ അവർ പറഞ്ഞത് അള്ളാഹുവിൻ്റെ ബദാ ആണ്, അള്ളാഹ്ക്ക് തെറ്റുപറ്റിയത് അള്ളാഹ് തിരുത്തിയിട്ടുണ്ട്, അടുത്ത ആൾ മൂസൽ കാലിമാണ്, ആരല്ല, ഇതിനാണ് ബദാ എന്ന് പറയുക. അള്ളാഹ് ഒരു കാര്യം തീരുമാനിക്കും, പിന്നെ തെറ്റാണെന്ന് ബോധ്യപ്പെടുമ്പോൾ ബദാ എന്ന് പറഞ്ഞാൽ ബോധ്യപ്പെട്ടു എന്നാണല്ലോ, അത് തിരുത്തും. ഇതാണ് ഷിയാക്കളുടെ മറ്റൊന്ന് മുത്ത് ആ, സാക്ഷിയോ രക്ഷിതാക്കളോ ഇല്ലാതെ ഏത് സ്ത്രീക്കും, വിവാഹിതയായ സ്ത്രീക്കും അല്ലാത്ത സ്ത്രീക്കും ഇഷ്ടമുള്ള ആളുകളിൽ നിന്ന് പണം വാങ്ങിയിട്ട് 1 ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ ഒരാഴ്ചയിലേക്കോ 1 മാസത്തേക്കോ അതിലപ്പുറമോ വിവാഹ ജീവിതം നയിക്കുന്നതിനാണ് മുത്ത് എന്ന് പറയുക. അതാ വ്യഭിചാരം. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ജാരസന്തതികളുള്ള രാജ്യമാണ് ഇറാൻ. 5 ലക്ഷത്തിലധികം മുത്അയിലൂടെ ജാരസന്തതികളുണ്ട് ഇറാനിൽ. അത് അവർ അഹ്ലുസുന്നക്കെതിരിൽ ദഅവത്ത് നടത്താനാണ് ഈ ജാരസന്തതികൾ അവർ ഉപയോഗപ്പെടുത്തുന്നത്. ഇറാനിൽ പോയാൽ നമുക്ക് ആർക്കും മുത്തുക നടത്താം, കുറഞ്ഞ പൈസ കൊടുത്താൽ. സാക്ഷി വേണ്ട, രക്ഷിതാവ് വേണ്ട, ഒന്നും വേണ്ട. ആ പെണ്ണ് പറയുന്ന തുക കൊടുത്താൽ നമുക്ക് പറയുന്ന സമയത്തേക്ക് വിവാഹം കഴിക്കും. ഇതിനാണ് മുത്തുക എന്ന് പറയുന്നത്.
അങ്ങനെ വളരെ വൃത്തികെട്ട ഒരുപാട് ആചാരങ്ങളുള്ളൊരു സമൂഹമാണ്. ഇസ്തിയാറത്തുൽ ഫർജി എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. ഒരു ഷിയ, അയാളുടെ അയൽവാസി, ഈ ഷിയ ഒരു മാസത്തേക്ക് വിദേശത്തേക്ക് പോവുകയാണെങ്കിൽ ഇയാളുടെ അയൽവാസിക്ക് ഇയാളുടെ ഭാര്യയെ എന്ത് ചെയ്യാം? ഇസ്തിയാറത്തുൽ ഫർജ് അഥവാ ഭാര്യയെ പോലെ ഉപയോഗിക്കാം ഷിയ മദ്ഹബ് അനുസരിച്ച്. ഇതിൻ്റെ പേരാണ് ഇത്. ത്വയ്ന, സുന്നികളെ അള്ളാഹു നരകത്തിലെ മോശപ്പെട്ട മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. അഖീദത്തുത്തീന, ഷിയാക്കളെ സ്വർഗത്തിലെ ഉന്നതമായ പ്രദേശത്തെ മണ്ണ് കൊണ്ടാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ട് സുന്നികളെ ഇൻബിൽറ്റ് ജന്മന എന്താണ്? സുന്നികളെ മോശമാണ്, ഷിയാക്കള് ജന്മന വിശുദ്ധരാണ് എന്ന വാദം. അതിനാണ് അഖീദത്തു അത്തീന. പിന്നെ ഖബർ ആരാധന ലോകത്ത് ആദ്യമായിട്ട് കൊണ്ടുവന്നത്, ഇന്ന് നമ്മളെ സുന്നി സമൂഹത്തിൽ വ്യാപകമായി ആരാധന വ്യാപകമായി കൊണ്ടുവന്ന ഷിയാക്കളാണ്. അവരുടെ ഖലീഫമാരാണ് ഈ ഷിയാക്കളുടെ ഖബറുകൾ, അലിയുടെയും ഹുസൈനുള്ളവനുടെയൊക്കെ ഖബറുകൾ. പിന്നെ ഇസ്മ, അവരുടെ ഇമാമുമാരും മഅസൂമിങ്ങളാണ്, അവരൊരു തെറ്റും ചെയ്യാതെയാണ് അള്ളാഹു അവരെ വളർത്തുന്നത് എന്ന വിഷയം. ഇതാണ് ഷീസത്തിൻ്റെ കോർ അഖീദ. ഇതിലാണ് അവരുടെ അഖീദ കുടികൊള്ളുന്നത്. അപ്പോൾ അവരുടെ വ്യതിയാനങ്ങളും നമ്മൾ പറയുകയുണ്ടായി. ഇനി ഒരുപാട് പറയാനുണ്ട്, ഞാൻ തൽക്കാലം നിർത്തുകയാണ്. സമയം എത്രയായി? നിങ്ങൾക്ക് ഇനി ഈ വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനേ സമയം ഉണ്ടാവുള്ളൂ എന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ്. അള്ളാഹു യഥാർത്ഥ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.